അപ്പോൾ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അമ്മ ഉടമ്പടി എടുത്തു, എൻ്റെ ഈ നിയോഗം വെച്ചു. എൻ്റെ പേര് സ്റ്റെഫി ദാസ്, ഞാൻ ചേന്നവേലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2016 എൻ്റെ മോളുണ്ടായത്. അപ്പോൾ അവൾ ജനിച്ചപ്പോൾ അവളെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഒരു മറുകുണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ടൊരു മറുകുണ്ടായിരുന്നു. ഇതാണ് മറുകുണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ പലരെയും കൺസൾട്ട് ചെയ്തു, പ്ലാസ്റ്റിക് സർജൻസിനെയും ഒക്കെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും കണ്ണിൻ്റെ ഭാഗത്തായതുകൊണ്ട് എല്ലാവർക്കും മടിയായിരുന്നു സർജറി ചെയ്യാൻ. മാത്രമല്ല നമുക്ക് ബയോപ്സി ചെയ്യുകയും വേണം, കണ്ണിൻ്റെ അടുത്തൊരു മാർഗ്ഗമായതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യുകയും വേണം. അങ്ങനെ ഒരുപാട് കൺസൾട്ട് ചെയ്തു, ആരും ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർ ലക്ഷ്മി ഇത് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മാമിനെ കൺസൾട്ട് ചെയ്തു. മാം പറഞ്ഞു, ആദ്യം ഒരു മടി പറഞ്ഞു, പിന്നെ മാം പറഞ്ഞു ചെയ്യാം, കണ്ണിൻ്റെ അവിടെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും നമുക്ക് ഫസ്റ്റ് ചെയ്ത് സ്കിന്നെടുത്ത് ബയോപ്സി ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്തു. കണ്ണിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഒരു സെഷനിൽ തന്നെ തീരില്ല. ഇവളുടെ 2ാമത്തെ വയസ്സിലാണ് നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയറാണ് എടുത്തത്. ആ പ്രെയറിലൂടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫസ്റ്റ് സർജറി ചെയ്തു, ബയോപ്സി എടുത്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയല്ലേ, നമുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന 3ാമത്തെ സർജറിയിൽ കുറച്ച് റിസ്ക് ഉള്ളൊരു സർജറിയാണ്. മൊത്തം ഞങ്ങൾ 7 സർജറീസ് ചെയ്തു. അതിൽ 2ാമത്തെ സർജറി കുറച്ച് റിസ്ക് ഉള്ള സർജറിയാണ്. കാരണം തലയിൽ കൂടി ഒരു ബലൂൺ ഇട്ട് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു നോബ് വെച്ചിട്ട് മരുന്ന് കയറ്റി സ്കിൻ എക്സ്പാൻഡ് ചെയ്ത് ആ സ്കിന്നാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ 2 വയസ്സുള്ള കുട്ടിയാണ്. മാഡം ഞങ്ങളോട് പറഞ്ഞു റിസ്ക് ആണ്, പക്ഷേ നമുക്ക് കണ്ണിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒന്ന് 2 വയസ്സുള്ള കുഞ്ഞാകുമ്പോൾ ഒന്ന് വീണ് പോയാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ലൈഫിന് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചു കുഞ്ഞിനെ നോക്കി. കുഞ്ഞ് തന്നെ സൂക്ഷിക്കുമായിരുന്നു ആ 2 വയസ്സിലും വീഴാതെയൊക്കെ. അതുപോലെ സർജറിക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി സർജറിയൊക്കെ കഴിഞ്ഞു. സർജറിക്ക് ശേഷവും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു. സാധാരണ ICUയിലാണ് ഇവളെ കിടത്താറ്. 7 സർജറിക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ കൂടെ സർജറി കഴിഞ്ഞ് എല്ലാവരും അവരുടെ അനസ്തേഷ്യയുടെ സെഡേഷൻ വിടുമ്പോൾ പെയിൻ ആയിരിക്കും. പക്ഷേ കൊച്ചു അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ സർജറിക്ക് ശേഷവും അവൾ ഒരു ആക്റ്റീവായിട്ട് തന്നെ ഒരു പ്രാവശ്യം പോലും 7 സർജറി കഴിഞ്ഞിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമാണ്. ഡോക്ടേഴ്സും അത്ഭുതമായിട്ടാണ് പറയുന്നത്. 7 സർജറി ചെയ്യുമ്പോഴും ഈ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. സൂചി കൊണ്ടുവന്ന് കണ്ണിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ പോലും ഈ കുഞ്ഞ് കണ്ണും മിഴിച്ചിങ്ങനെ നോക്കിക്കിടക്കും. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയ കൃപ കൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ജൂലൈയിലാണ് ലാസ്റ്റ് സർജറി നടന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മാർഗ്ഗം മാറി. ഇതാണ് ഇതായിരുന്നു ആദ്യം ഒരു സർജറി ചെയ്ത് ഇങ്ങനെയായി. ഓക്കെ. അതുപോലെ തന്നെ 2020 ഞാൻ കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. 5 വർഷമായിട്ട് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കോവിഡും പ്രളയവും ഒക്കെ വന്നത്. അപ്പം ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ശമ്പളം പകുതിയായിട്ട് വെട്ടിച്ചുരുക്കി. എനിക്ക് 35,000 രൂപേൻ്റെ സാലറി, അതിൻ്റെ നേരെ പകുതിയായി. അപ്പോൾ എനിക്ക് ഭയങ്കര സാലറി ഇല്ല. അപ്പം വേറെ ജോലിക്ക് ട്രൈ ചെയ്യുവാണ്. ഈ കോവിഡ് സമയത്ത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ കണ്ണൂരായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അമ്മ ഉടമ്പടി എടുത്തു, എൻ്റെ ഈ നിയോഗം വെച്ചു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രോജക്റ്റ് ആൻഡ് സ്കീംസ് വിങ്ങിൽ കൺസൾട്ടൻ്റ് എന്ന പോസ്റ്റ് അഡ്വർടൈസ് ചെയ്തത്. 5 വർഷം മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസും PhDയും ആണ് അവർ യോഗ്യത പറഞ്ഞത്. എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും MSc മാത്രമേ യോഗ്യതയുള്ളൂ. എന്നാൽ പോലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് 3 മാസമായിട്ടാണ് അതിൻ്റെ ഇൻ്റർവ്യൂസും എക്സാംസും നടന്നത്. 3 എക്സാംസ് ആദ്യം, പിന്നെ 3 ഇൻ്റർവ്യൂസ്.
ഈ ഏകദേശം 4000-ഓളം പേര് ഓൾ ഓവർ ഇന്ത്യ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഒരൊറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 20 പേര് PhD-കാരാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതാണ്. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്കിതിന് യോഗ്യതയുണ്ടോ എന്നറിയില്ല, എന്നാലും മാതാവ് എനിക്ക് ഈ ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു. നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക, നമ്മൾ സ്വപ്നം കാണും, പ്രാർത്ഥിക്കും, മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്ക് അതിന് സെലക്ഷൻ കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ എൻ്റെ ടീമിലുള്ള ആൾക്കാരെല്ലാവരും വളരെ പ്രായമുള്ള 60-50 വയസ്സുള്ളവരാണ്. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് പറയും, ഇയാൾ ഇത്രയും ചെറിയ ആൾ കൺസൾട്ടൻറ്റ് പോസ്റ്റിൽ എങ്ങനെ വന്നു? എനിക്ക് തന്നെ അതൊരു അത്ഭുതമാണ്. മാതാവ് എന്നിലൂടെ പ്രവർത്തിച്ചാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ എനിക്കതിനൊരു കഴിവില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കത് സാധിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022-ലാണ്, ഓഗസ്റ്റ് മാസം. എൻ്റെ ഹസ്ബൻഡ് UK-ലേക്ക് പോകാനായിട്ട് 2 പ്രാവശ്യം ട്രൈ ചെയ്തു ഏജൻസി ത്രൂ. അപ്പോൾ 2 പ്രാവശ്യവും ഫെയിലായി. അപ്പോൾ ഫെയിലായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡ് കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിൽ സൈക്കാട്രിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യാണ്, സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കിത് വിടാം, ഇപ്പം തൽക്കാലം 2 ജോലി ഉണ്ടല്ലോ, അപ്പം നമുക്കിത് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും എനിക്ക് ഒരു ഹസ്ബൻഡിനും പുറത്ത് ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ, എൻ്റെ വീട് ഇവിടെ ആലപ്പുഴയിലാണ്, ഹസ്ബൻഡിൻ്റെ വീട് പാലയിൽ. ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, അങ്ങനെ എപ്പോഴും വിളിക്കുന്നതല്ല, ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഫ്രണ്ട് വിളിക്കുകയും, ഞാനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, എനിക്കറിയാവുന്ന എൻ്റെ റെഫറൻസിൽ നിന്നെ കൊണ്ടുപോകാം, നീ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് 2-ാം മാസം ഹസ്ബൻഡിന് UK-ലേക്ക് പോകാൻ സാധിച്ചു. അതുപോലെ എൻ്റെ സിസ്റ്റർ BTech ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നു. അവൾ 5 വർഷം ഇവിടെ കേരളത്തിലും ഡൽഹിയിലുമായിട്ട് ജോലി ചെയ്തു. ശമ്പളമൊക്കെ BTech-കാർക്ക് വളരെ കുറവാണ് നമുക്കിവിടെ. അപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. അവളും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററും അയർലൻഡിലേക്ക് സെയിം പോസ്റ്റിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറായി തന്നെ ജോലിയിൽ പ്രവേശിച്ചു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞാനും UK-ലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കും പോകാനായിട്ട് സാധിച്ചു. അതുപോലെ ഡൽഹിയിലുള്ള ജോലി കാരണം എനിക്ക് എപ്പോൾ വേണേലും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം, ഇന്ത്യയിൽ വന്നാലും. അപ്പോൾ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം ഹിന്ദുവാണ്. പുള്ളിക്കാരിക്ക് കേൾവി ശക്തിയില്ല, ഹിയറിംഗ് എയ്ഡ് വെച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ 24 വയസ്സ് മുതൽ പുള്ളിക്കാരിക്ക് കല്യാണം ആലോചിക്കുന്നതാണ്. അപ്പം എന്നോട് എപ്പോഴും സങ്കടം പറയുമായിരുന്നു. അപ്പം ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, കൃപാസനത്തിൻ്റെ കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ പറയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി എൻ്റെ കൂടെ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കിടക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും ഒക്കെ. അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കല്യാണം ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി ഫിക്സ് ചെയ്തു. അപ്പം ആ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട് ഒത്തിരി അധികം നന്ദി പറയുന്നു. ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ്. ഞാൻ 2020 +2 പാസ് ഔട്ട് ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പാല ബ്രില്യൻറ്റ് ചേർന്നായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻട്രൻസ് പാടായിട്ട് തോന്നി. അപ്പോഴായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് കയറിയായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു IELTS അതായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അടച്ചു കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എൻട്രൻസിന് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ IELTS ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ IELTSൻ്റെ കോച്ചിങ് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി ഇപ്പോൾ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 6.5 ആയിരുന്നു കിട്ടിയായിരുന്നത്. പക്ഷേ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ നേഴ്സിംഗ് എടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം. അപ്പോൾ ഈ IELTS എനിക്ക് ടഫായിട്ട് തോന്നിയപ്പോൾ PT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടണില്ല. ആദ്യത്തെ പ്രാവശ്യം ജൂണിൽ പരീക്ഷ എഴുതിയപ്പോഴും സ്പീക്കിംഗ് കിട്ടണില്ല. അത് കഴിഞ്ഞ് ആഗസ്റ്റിൽ പരീക്ഷ എഴുതുമ്പോൾ സ്പീക്കിംഗ് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഒപ്പം, അമ്മയാണ് ഉടമ്പടി എടുത്തതാണ്, അമ്മയുടെ ഒപ്പം നീ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ
പ്രാർത്ഥിച്ചു. പക്ഷേ പോണ സമയത്ത് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛനെ കണ്ടായിരുന്നു, ആൾക്കാരെ വെച്ചിട്ടല്ല, അവിടെ താഴെ വെച്ച അച്ഛനെ കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു നീ അച്ഛനെ ഇവിടെ വെച്ചാൽ എവിടെ വെച്ചാൽ നമ്മൾ കണ്ടാലും നമുക്ക് വിശ്വാസം മതി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഈ ആഗസ്റ്റ് 3-ാം തീയതിയാണ് അമ്മ പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെനിക്ക് ആഗസ്റ്റ് 29-ാം തീയതി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ പറ്റിയില്ല ആ തിരക്കിൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഡേറ്റ് വേണം, അല്ലാതെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ എക്സാം പോകണമെന്ന്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 29-ന് എടുക്കാമെന്ന് ചോദിച്ചു. ആ സ്വപ്നം കണ്ടതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 29-ാം തീയതി ഡേറ്റ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു 25-ാം തീയതി ഒക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ഡേറ്റ് ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് നാളെയും ഡേറ്റ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. നാളെ നോക്കിയപ്പോൾ 29 എന്നുള്ള ഡേറ്റ് പോയി. എന്നിട്ട് ഞാൻ ഒക്ടോബർ 1-ാം തീയതി പോയി ഡേറ്റ് എടുത്തു. ഒക്ടോബർ 1-ാം തീയതി പരീക്ഷ എഴുതി. പഴയനേക്കാളൊക്കെ സ്കോർ ശരിക്കും കയറി. 3 7 കിട്ടി. സ്പീക്കിംഗ് വീണ്ടും 6.5 തന്നെയായി. അപ്പോൾ വീണ്ടും പിന്നെ അച്ഛനെ കാണാൻ വന്നില്ല. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഡേറ്റ് മാറ്റി വീണ്ടും ബാംഗ്ലൂർ പോയി ഒക്ടോബർ 13-ാം തീയതി എടുത്തു. അവിടെ എഴുതിയപ്പോഴും ബാക്കി എല്ലാത്തിനും വീണ്ടും എഴുതിനേക്കാളും കയറുന്നുണ്ട്, സ്പീക്കിംഗ് മാത്രം കയറുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ പിറ്റേ ദിവസം അപ്പനും അമ്മയും വന്ന് അച്ഛനെ കണ്ടു, മെസ്സേജ് എടുത്തു. അപ്പോൾ അച്ഛൻ എനിക്ക് തന്നത് ഒക്ടോബർ 27, നവംബർ 2, നവംബർ 7, നവംബർ 9-ാം തീയതി എന്നുള്ള ഡേറ്റുകളാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ തന്നെ എന്തായാലും പരീക്ഷ എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒക്ടോബർ 27 മാത്രമേ ബാംഗ്ലൂരിൽ പിന്നെ ഡേറ്റ് ഉള്ളൂ. ബാക്കി 2ഉം 7 എന്ന് പറഞ്ഞ ഞായറാഴ്ച, 9ഉം 2ഉം ചൊവ്വാഴ്ചകൾ കൊച്ചിയിൽ തന്നെയുള്ളൂ. അപ്പോൾ 27-ാം തീയതി പിന്നെ തൊട്ടടുത്തായി. അപ്പോൾ 27 തന്നെ എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും വിജയകുമാർ സാറിൻ്റെ ടോക്കൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനതിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ നമ്മൾ ഉയർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പരീക്ഷ ഹാളിൽ പോണേക്കാൾ മുമ്പും പരീക്ഷ ഹാളിൻ്റെ മേളിലേക്ക് കൈ ഉയർത്തിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി എക്സാം എഴുതി. എന്ന് വെച്ചാൽ അത് ലാബ് പോലെയാണ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അന്ന് സാധാരണ 2 പേരൊക്കെ എക്സാമിനുണ്ടാവുള്ളൂ, അന്ന് 6 പേരും എക്സാമിനുണ്ടായി. അപ്പോൾ നിറച്ചും ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഒച്ചയിൽ. അപ്പോൾ നമ്മൾ സംസാരിക്കണവരും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് വീണ്ടും കുറച്ച് ടഫായി. ഇപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങണേക്കാളും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, റീഡിങ് ഞാൻ എന്തായാലും അമ്മയുടെ കയ്യിലേക്ക് തരാണ്. റീഡിങ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല തലേ ദിവസമൊന്നും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് റീഡിങ്ങിൻ്റെ ഒരേ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമേന്ന്. ഞാൻ ചെയ്യണ ഓരോ ക്വസ്റ്റ്യനും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ചാടുമ്പോഴും അത് ഞാൻ വീട്ടിൽ ചെയ്തത്. വീണ്ടും അടുത്തതിലേക്ക് ക്ലിക്ക് ചെയ്താലും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ ഉയർത്തണമേ എന്ന് പറഞ്ഞ് ഒരേ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ആൻസറുകളൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനത്തെ റിസൾട്ട് അന്ന് 11:32 വന്നത് രാത്രി. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിന് എനിക്ക് 9 കിട്ടിയത്, 9 കിട്ടിയ. സ്പീക്കിങ്ങിന് 7, ബാക്കി 2 7.5. അപ്പോൾ ഇത്രയും എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതേപോലെ തന്നെ ഞാൻ +2 പഠിക്കുമ്പോഴും +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് +2ൻ്റെ റിസൾട്ട് വന്നേക്കാളും മുമ്പ് ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പഠിക്കണം എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ 97% എനിക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിനെ മാതാവിൻ്റെ ഫോട്ടോൻ്റെ ബാക്കിൽ വെച്ചു. ഈ 97 എനിക്ക് കിട്ടണമെങ്കിൽ +1 മാർക്ക് പോയതൊഴിച്ച് +2 എനിക്ക് ഫുള്ള് കിട്ടണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിന് എന്തായാലും ഒന്നും അസാധ്യമല്ലല്ലോ, ഫുള്ള് കിട്ടണമെന്ന് പറഞ്ഞാൽ മാതാവിന് ചെറിയ കാര്യമായാലും എന്തായാലും ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയില്ല. എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് +2 എല്ലാത്തിനും ഫുള്ളായിരുന്നു. എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 97% തന്നെയായിരുന്നു. അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവുന്നുണ്ട്. ഇതേപോലെ ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും. അവിടെ ഞാൻ മുട്ടുകുത്തിയിട്ട് കൈ വിരിച്ച് ജപമാല അർപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നെങ്ങനെ സഹായിക്കുന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് മലയാറ്റൂരിൽ നിന്ന് വന്നിരിക്കുന്ന അൽജോ വർഗീസ് പങ്കുവച്ചത്. അൽജോ, PT എക്സാം എത്ര പ്രാവശ്യമാണ് പരാജയപ്പെട്ടത്? 5ാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത്.
4 പ്രാവശ്യം PT എഴുതി, 1 പ്രാവശ്യം IELTS എഴുതി. ഡേറ്റ് അപ്പോൾ ആര് വന്നെടുത്തു അച്ഛനെ കണ്ട്? ഞാൻ വന്നേരും. അമ്മയാ? ഈ അവസാനത്തെ ഡേറ്റ് അമ്മയും അപ്പനും വന്നിട്ടില്ല. അമ്മയും വന്നിട്ടുണ്ട്. എവിടെ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. കയറി വരിക. അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഡേറ്റ് എടുത്തപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛനെന്താ പറഞ്ഞത്? ഞാനിവിടെ വന്ന് ഇവന് എക്സാമിന് തോറ്റു എന്ന് പറഞ്ഞ് 13-ാം തീയതി ഇത് കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയോടെ ഞങ്ങളുടെ കുടുംബം ഒന്ന് എഴുതുമ്പോൾ എല്ലാത്തിനും നല്ല സ്കോർ കാണിക്കും, സ്പീക്കിങ്ങിന് അവന് സ്കോർ പോവും. അവസാനം ഞാൻ ഇവന് 13-ാം തീയതി തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടാ നാളെ നമുക്കൊന്ന് കൃപാസനം വരെ പോകണം, അച്ഛനെ കാണാൻ പറ്റി കാണണം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നമ്മുടെ വേദന ഒന്ന് പങ്കുവയ്ക്കണം, അതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ അലോഷി ബ്രദറിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അച്ഛനെ കാണാൻ ചീട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ചീട്ട് എടുത്തു. എനിക്ക് കിട്ടിയത് 1ാമത്തെ നമ്പറാണ്. ഞാനും ചേട്ടനും ഇവിടെ ഫ്രണ്ടിൽ 1ാമത് വന്നു നിന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള തടസ്സങ്ങൾ അച്ഛാ എനിക്ക് എന്താണെന്ന് അറിയണില്ല, സ്പീക്കിങ്ങിനാണ് അവനിങ്ങനെ പോണേന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും ഞാൻ നിന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, മെസ്സേജ് എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവൻ എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് എനിക്ക് വേണം, അച്ഛൻ പറയണ ഒരു ഡേറ്റിൽ എനിക്ക് തരണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് 27-ാം തീയതി ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ 27-ാം തീയതിയാണ് അച്ഛൻ ഡേറ്റ് തന്നേണേ, ആ ഡേറ്റിൽ നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുത്ത് 27-ാം തീയതി എക്സാം എഴുതി. അവൻ നല്ലൊരു സ്കോറോടുകൂടി ഞാൻ ആദ്യം തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ കൃപാസന അൽത്താരയിൽ വലിയൊരു സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിനെ ഇവിടെ ഉയർത്തണമെങ്കിൽ അമ്മ ഒരിക്കലും വലിയൊരു അനുഗ്രഹം തരണം, അതിന് ഞങ്ങൾ വൈകാതെ തന്നെ അമ്മയുടെ നടയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ ആദ്യമായി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ കാണണമെന്നില്ല, നിങ്ങൾ അൽത്താരയിൽ മാതാവിനെ നോക്കിയിട്ട് ഞങ്ങൾ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് മാത്രം നിങ്ങൾ ഉള്ളിൽ ആഘാതമായി വിശ്വസിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ആ പ്രത്യാശ കൈവിടാതെ ഞങ്ങൾ ഇവൻ്റെ എക്സാമിൻ്റെ ദിവസം 12:30 നേരത്ത് 4 മെഴുതിരി കത്തിച്ച് ഞങ്ങൾ 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഞങ്ങൾ മുത്തുമ്പോൾ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഇളയ മകനും ഉണ്ടായിരുന്നു. ഞങ്ങളത് കത്തിച്ച് പ്രാർത്ഥന നിരതമായി അവൻ്റെ എക്സാം കഴിയണവരെ അത് ചെല്ലിക്കൊതിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥനയിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി എൻ്റെ വീടിൻ്റെ ചുറ്റും 7 പ്രാവശ്യം ചെല്ലുന്ന ആ കൊന്ത ഞാൻ അന്ന് നേർന്ന ദിവസമായിരുന്നു. ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ഇളയ മകനും കൂടി മാതാവിൻ്റെ രൂപം സിരുസ്വരൂപം ഇത് നേർന്നുകൊണ്ട് തിരിയും കത്തിച്ച് ഞങ്ങളത് ആ പ്രത്യക്ഷ പ്രാർത്ഥന, ആ ജെറീക്കോ പ്രാർത്ഥന ഞങ്ങൾ പൂർത്തീകരിക്കാനും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. കരങ്ങൾ ഇടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സാക്ഷ്യം കേൾക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കണം, എങ്ങനെയാണ് ദൈവകൃപ അൽജോയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. PT എക്സാം പരാജയപ്പെട്ടപ്പോൾ 4 തവണ പരാജയപ്പെട്ടപ്പോൾ അമ്മ വന്ന് അച്ഛനൊക്കെ ഡേറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. ഡേറ്റ് എടുക്കുകയും ചെയ്യുക മാത്രമല്ല, ഇതിനിടയിൽ അൽജോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടുവെന്നുള്ളതാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അൽജോയ്ക്ക് വലിയ സന്തോഷമായി. സ്വപ്നത്തിൽ അച്ഛൻ എന്ത് പറയുന്നതായിട്ട് അൽജോക്ക് ഫീൽ ചെയ്തേ? സ്വപ്നത്തിൽ അച്ഛൻ എൻ്റെ വീട്ടിലുണ്ട്. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് എല്ലാം തെളിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ആ തെളിഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാം തെളിഞ്ഞില്ലേന്ന്, അതായത് എല്ലാം ക്ലിയർ ആയില്ലേ എന്നുള്ളത്. അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നതിന് കാരണമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് പരിശുദ്ധമായ 2004 ഡിസംബർ 7 കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെടൽ തന്നെ ലോകജനതയുടെ വിശ്വാസ സമൂഹത്തിന് വലിയ അനുഭവം അമ്മ നൽകുകയാണ്. ഇതുപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും ജീവിത വിഷമതകളും ജീവിതം അസ്തമിച്ചു നിൽക്കുമ്പോൾ അവർക്ക് പരിശുദ്ധ അമ്മ സമയബന്ധിതമായിട്ടാണ് ഇടപെടുന്നത്. ഇനി 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി
33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അതിലൂടെ ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു. ഇനി അതുകൂടാതെ ആഗോള ജെറീക്കോ പ്രാർത്ഥന ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഒക്ടോബർ മാസത്തിൽ അവസാനത്തെ ആഴ്ചയിൽ കൃപാസനം ആഗോള ജെറീക്കോ പ്രാർത്ഥന നടത്തിയിരുന്നു. ഓരോ ദിവസവും 5 രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ വിവിധമായ ആവശ്യങ്ങളെയും അവിടെ ജനത അനുഭവിക്കുന്ന വിഷമതകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികൾ വിദേശത്തുണ്ടെങ്കിൽ അവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയും. വലിയ അനുഭവമാണ്. ഇപ്പോൾ ഇടിവെട്ടും മഴയുണ്ടായിട്ട് പോലും തിരികത്തിച്ച് പിടിച്ച് അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ചെയ്തെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ മുദ്രയാണ്. അത് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരിശുദ്ധമ്മ അൽജോയുടെ ജീവിതത്തിൽ ഇടപെടുകയും വിജയം കൊടുക്കുകയും ജോലി കൊടുക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇതാണ് ഉടമ്പടിയുടെ പ്രത്യേകം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ കൂടെ വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. പുറപ്പാടിൻ്റെ പുസ്തകം 19 പറയും, അങ്ങനെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായി തീരും. അപ്പം അങ്ങനെ വലിയൊരു ദൈവാനുഭവമാണ് ഉടമ്പടി ചെയ്യുന്നതിലൂടെ ദൈവം കൊടുക്കുന്നത്. ഈ സാക്ഷ്യത്തോട് ചേർത്ത് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളിവിടെ ഈ 5 പ്രാവശ്യം ഇവന് പരീക്ഷ എഴുതി തോറ്റ് കഴിഞ്ഞപ്പോൾ 6ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല. മാതാവിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയത് ഇനി ഞാൻ തിരിച്ച് ഈ കൃപാസനത്തിൽ വരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ്. അന്ന് രാത്രി 27-ാം തീയതി രാത്രി എനിക്ക് ആഴ്ചയിൽ 2 ദിവസം രാത്രി കപ്പ വലിച്ച് ബാംഗ്ലൂർക്ക് കയറ്റി വിടുന്ന ഒരു പണിക്ക് പോകുന്ന ആളാണ് ഞാൻ രാത്രി കപ്പ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രി ഒരു 12 മണിയായപ്പോഴാണ് എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, പപ്പ എനിക്ക് നല്ല സ്കോർ മാർക്ക് കിട്ടിയത്. നമ്മൾ ആര് മുട്ടിപ്പായിട്ട് വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ, അത് നമുക്ക് വാരിക്കോരിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരായാലും 1 പ്രാവശ്യം ഇവിടെ വന്നു നമുക്ക് കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം മുട്ടിപ്പായിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വാരിക്കോരി തരുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. വലിയ ദൈവാനുഭവമാണ്. ഇവിടെ വന്നപ്പോൾ വർഗീസ് പറഞ്ഞത്, ചായൻ പറഞ്ഞിട്ട് പോയത് ഇനി കൃപാസനത്തിൽ കാലുകുത്തുന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പരിശുദ്ധ മുഖത്തിട്ടാരയിലാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, അമ്മ ചോദിക്കുന്നതെല്ലാം തരുമെന്ന്. ലൂക്കാ 7 നിങ്ങൾ ചോദിക്കുമെന്ന് ദൈവം നിങ്ങൾക്ക് നൽകും. അതിന് സാക്ഷിയാണ് പ്രിയസച്ചായ. കരങ്ങളടിച്ച് കർത്താവിനെന്ന് പറയാം. ഒരു കാര്യമോടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 10-24,000 രൂപ എനിക്ക് ചിലവ് വരും. ഒരു കൂലിപ്പണിക്കാരന് 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈമിൽ ഒരു പൈസ അടയ്ക്കാനായിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയതും അവനെ പഠിപ്പിച്ചതും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാത്രി പണിക്ക് പോയിട്ടാണ് അവനെ പരീക്ഷ ഫീസ് അടയ്ക്കുന്നത്. അത് 1, 2, 3, 4, 5 പ്രാവശ്യം തോറ്റ് കഴിയുമ്പോൾ നമ്മൾ ആരായാലും എങ്ങനെ ചിന്തിക്കും? അത്ര തന്നെ ഞാനും ചിന്തിച്ചത്. അതുകൊണ്ടാണ് മാതാവിൻ്റെ മുന്നിൽ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിപ്പോയത്. അതുപോലെ തന്നെ മാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വിഷമം കണ്ടിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നെ മാതാവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നുമല്ല, എൻ്റെ മോന് സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് കിട്ടേണ്ടത്. 5ാമത്തെ പ്രാവശ്യം 5 പ്രാവശ്യം PT എഴുതി, 1 പ്രാവശ്യം ILTC എഴുതി. എന്നിട്ടും അവൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ മോനിൽ കൂടി എനിക്കൊരു അടയാളം തന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ അടയാളമാണ് ഈ നല്ല സ്കോറോടുകൂടി അവൻ പാസ്സായത്. കരങ്ങളടിച്ച്